അള്ളാഹുവിൻ്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളോട് പറയുന്നു, നിങ്ങൾ ഇസ്തിഗ്ഫാർ പറ, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, നിങ്ങൾ ഇസ്തിഗ്ഫാർ പറ. ആ ഇസ്തിഗ്ഫാർ പറയുന്നതിലൂടെ അള്ളാഹു അദാബുകളിൽ നിന്ന് നമ്മളെ രക്ഷപ്പെടുത്തുമെന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധമായ ഖുർആൻ നമുക്ക് വാഗ്ദാനം ചെയ്യുമ്പോൾ, എൻ്റെ പ്രിയപ്പെട്ടവരെ, ഒരു പാപവും ചെയ്യാത്ത നബിതങ്ങൾ ഒരു ദിവസം 100 പ്രാവശ്യം ഇസ്തിഗ്ഫാർ പറയുമായിരുന്നു എന്ന് ചരിത്രം പഠിപ്പിക്കുന്നു. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഇന്ന് ഒരു വട്ടമെങ്കിലും പറഞ്ഞിട്ടുണ്ടോ എന്ന് സ്വന്തം ഒന്ന് ചിന്തിക്കുക. ഒരസ്തഗ്ഫിറുല്ലയെങ്കിലും ഒരു പ്രാവശ്യമെങ്കിലും നമുക്കത് പറയാൻ. എടോ, അസ്തഗ്ഫിറുല്ല പറയുന്നത് കൊണ്ട് നമുക്ക് നേട്ടമേ ഉള്ളൂ. അനസ് റളിയല്ലാഹു തആല അൻഹു നിവേദനം ചെയ്യുന്ന ഒരു ഹദീസ്, ഒരാൾ ഒരു ദിവസം 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ല പറയണം. നബി തങ്ങൾ സഹാബത്തിനോട് പറഞ്ഞു 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ല പറയാൻ. അപ്പം സഹാബത്ത് ചോദിച്ചു, എന്താ നബിയെ 70ൻ്റെ പ്രത്യേകത? അപ്പം നബി തങ്ങൾ പറഞ്ഞു, ഒരാൾ ഒരു ദിവസം 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ല പറഞ്ഞാൽ അവൻ്റെ 700 പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു. ഒരാൾ 70 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം എന്ന് പറഞ്ഞാൽ അവൻ ചെയ്ത 700 പാപങ്ങൾ. ഒരു അസ്തഗ്ഫിറുല്ലയുടെ മഹത്വം നമുക്കറിയണം. വല്ലാത്ത പ്രതിഫലമാ. ഒരു അസ്തഗ്ഫിറുല്ല മതി ജീവിതത്തിൽ. അസ്തഗ്ഫിറുല്ല എന്ന് പറയുന്നത് വലിയ ഒരു തൗബയാ. ദുരന്തങ്ങൾ വല്ലാതെ ഉണ്ടാകുന്ന ഒരു സാഹചര്യം, ഭൂമി കുലുക്കവും ഉരുൾപൊട്ടലും വെള്ളപ്പൊക്കമൊക്കെ നമ്മുടെ നാടുകളിൽ ഉണ്ടാകുമ്പോൾ അദാബുകൾ ഏതെല്ലാം ഭാഗത്തിലൂടെയാണ് വിപത്തുകൾ നമ്മളിലേക്ക് കടന്നു വരുന്നത്, അള്ളാഹുവിൻ്റെ ശിക്ഷകൾ നമ്മളിലേക്ക് കടന്നു വരുന്നത്. ആ ശിക്ഷകളിൽ നിന്ന് രക്ഷപ്പെടാനുള്ള ഒരു വഴിയാണ് അസ്തഗ്ഫിറുല്ല. പെങ്ങളെ, ചുമ്മാതെ നടക്കുമ്പോൾ പറയണം. ചുമ്മാതെ നടക്കുന്ന സമയത്ത്, ചുമ്മാതെ ഇരിക്കുമ്പോൾ അടുക്കളയിലൊക്കെ എത്രയോ മണിക്കൂർ നിങ്ങൾ ജോലി ചെയ്യുന്നു, നിങ്ങൾ എന്തെല്ലാം കാര്യങ്ങൾ അവിടെ നിന്ന് ചെയ്യുന്നു. ആ ചെയ്യുന്ന സമയം അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എന്താ പ്രതിഫലം? എന്താ? നിസാരമല്ലടോ, നിസാരമല്ല. മഹാനായ ഹസൻ ബസ്രി തങ്ങളുടെ ചരിത്രം എടുത്തു നോക്ക്. അതാ ഹസൻ ബസ്രി തങ്ങളുടെ മുമ്പിൽ ഒരാൾ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ, വെള്ളമില്ല തങ്ങളെ, വല്ലാത്ത ക്ഷാമമാണ് തങ്ങളെ, ഉണ്ട് ഞങ്ങൾക്ക് വേണ്ടി ഒന്ന് ദുആ ചെയ്യണം, ഞങ്ങൾക്കൊരു വഴി പറഞ്ഞു തരണം. മഹാനവറുകൾ പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹൽ അലീം. കിണറ്റില് വെള്ളമില്ലേ ഉമ്മ? വെള്ളത്തിന് ക്ഷാമമാണോ? പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹൽ അലീം. അതാ രണ്ടാമതൊരാൾ കടന്നു വരികയാണ്. തങ്ങളെ, കച്ചവടം മുഴുവനും വല്ലാത്ത തകർച്ചയിലാണ്, സാമ്പത്തികമായി വലിയ പ്രയാസത്തിലാണ്, അതുകൊണ്ട് ദുആ ചെയ്യണം, ഒരു വഴി പറഞ്ഞു തരണം. മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹൽ അലീം. രണ്ടാമത് വന്ന മനുഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാ. മൂന്നാമത് വന്ന മനുഷ്യൻ പറഞ്ഞു, തങ്ങളെ, കല്യാണം കഴിഞ്ഞൊരുപാട് വർഷമായി, കല്യാണം കഴിഞ്ഞൊരുപാട് വർഷമായി, മക്കളില്ല തങ്ങള്, സങ്കടത്തിലാ തങ്ങള്, എൻ്റെ പ്രായമുള്ളവർക്കൊക്കെ മക്കളായി തങ്ങള്, കാണുമ്പോ വല്ലാത്ത വിഷമമുണ്ട് തങ്ങള്, അതുകൊണ്ടൊന്ന് ദുആ ചെയ്യണേ, എന്തെങ്കിലും ഒന്ന് പറഞ്ഞു തരണേ. മഹാനവറുകൾ അവിടെ നിന്ന് പറഞ്ഞു കൊടുത്തു. പറഞ്ഞു അസ്തഗ്ഫിറുല്ലാഹൽ അലീം. പടച്ചവനെ, ഉസ്താദിനോട് ശിഷ്യന്മാര് ചോദിക്കുന്നു, തങ്ങളെ, 3 പേർക്കും ഒരേ ഒരു മരുന്നാണ് പറഞ്ഞത്. വെള്ളമില്ലെന്ന് പറഞ്ഞവനോടും, കച്ചവടത്തിൽ അഭിവൃദ്ധിയില്ലെന്ന് പറഞ്ഞവനോടും, മക്കളില്ല എന്ന് പറഞ്ഞവനോടും പറഞ്ഞത് അസ്തഗ്ഫിറുല്ലാഹൽ അലീം. എല്ലാവർക്കും ഒരു മരുന്നാണോ? മഹാനവറുകൾ പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മക്കളെ, ഞാൻ പറഞ്ഞതല്ല, അല്ല പറഞ്ഞതാ. ഫഖുൽതു അസ്തഗ്ഫിറൂ റബ്ബക്കും ഇന്നഹു കാന ഗഫാറാ യുർസിലിസ് സമാഅ അലൈക്കും മിദ്റാറാ വയംദിദുക്കും ബിഅംവാലിൻ വബനീൻ വയജഅൽ ലക്കും ജന്നാത്തിൻ വയജഅൽ ലക്കും അൻഹാറാ. അല്ല പറഞ്ഞ മരുന്നാ മക്കള്. വെള്ളമില്ലേ? കച്ചവടമില്ലോ? കച്ചവടക്കാരാ, കച്ചവടമില്ലാതെ പ്രയാസപ്പെടുമ്പോ നീ അയൽവാസിയായ അടുത്ത കടയിലേക്ക് നോക്കേണ്ട കാര്യമില്ല. നീ പറഞ്ഞോ അസ്തഗ്ഫിറുല്ലാഹ്. പെങ്ങളെ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞോ പൊന്നുമോള്. അള്ളാഹുവിന്റെ സഹായം വരികയാണ്. അള്ളാഹുവിന്റെ അദാബുകൾ, അള്ളാഹുവിന്റെ പരീക്ഷണങ്ങൾ
ആഗ്രഹങ്ങളെ തൊട്ട് അല്ലാഹുവേ നിനക്ക് രക്ഷയാ പെങ്ങള്. അതുകൊണ്ട് സഹോദരാ, മോഹങ്ങളില്ലാത്ത ആരുമില്ല, ആഗ്രഹങ്ങളില്ലാത്ത ആരുമില്ല. പടച്ചവനെ, നമ്മുടെ ആഗ്രഹം എന്താ? ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയത്ത് ഈമാനോടുകൂടി മരിക്കണമെന്നാണ്, ശഹാദത്ത് കലിമ പറഞ്ഞു മരിക്കണമെന്നാണ് എന്റെയും നിങ്ങളുടെയും ആഗ്രഹമാണല്ലോ. പലരും പറയുന്ന ഉസ്താദ്, എന്റെ ആഗ്രഹങ്ങളൊന്നും നടക്കുന്നില്ല. ഞാൻ ഒരുപാട് ആഗ്രഹങ്ങൾ മനസ്സിൽ കൊണ്ട് നടക്കുന്നവരാ. നടക്കുന്നില്ല എന്ന് സങ്കടം പറയുന്ന മുസ്ലിമേ, ഞാൻ നിനക്കൊരു ചരിത്രം പറഞ്ഞു തരാ. ഞാനൊരു ചരിത്രം പറഞ്ഞുകൊണ്ട് നിർത്തുകയാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ ചരിത്രം അറിയുമോ? അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു ലോകമറിയുന്ന പണ്ഡിതനാണോ? ലോകമറിയുന്ന പണ്ഡിതനാണ് അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു. പടച്ചവരെ, അതാ മഹാനവറുകളുടെ ചരിത്രം എടുത്ത് വായിച്ചു നോക്കൂ. ഉസ്താദന്മാർക്ക് പെട്ടെന്ന് മനസ്സിലാകുമല്ലോ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ ചരിത്രം പെട്ടെന്ന് മനസ്സിലാകുന്നവരാ. അല്ലാഹുവേ, ഒരിക്കൽ ഷാം എന്ന് പറയുന്ന രാജ്യത്തേക്ക് കടന്നു പോവുകയാണ്. ഷാം എന്ന് പറയുന്ന നാട് കാണാൻ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ റളിയല്ലാഹു തആല അൻഹു കടന്നു പോവുകയാ. എല്ലാവർക്കും അറിയാം അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന മഹാനിന്. പക്ഷേ പലരും നേരിട്ട് കണ്ടിട്ടില്ല. ഇന്നത്തെ പോലെ ഫേസ്ബുക്കും വാട്സപ്പും ഒന്നും ഇല്ലാത്ത കാലമാണല്ലോ. അതുകൊണ്ട് എല്ലാവർക്കും മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ കാണണമെന്ന് വല്ലാത്ത ആഗ്രഹമാ. ആരോടും പറയാതെ ഷാമിലേക്ക് കടന്നു ചെന്നു. ഒരാളോടും പറഞ്ഞില്ല ഞാനാണെന്ന്. ഒരാൾക്കും മനസ്സിലായില്ലടോ. മഹാനവറുകൾ പള്ളിയിൽ ചെന്നു. മഗ്രിബ് കഴിഞ്ഞു, ഇശാ നമസ്കാരം കഴിഞ്ഞു. അവിടെ നിന്ന് ചിന്തിച്ചു, അല്ലാഹുവിന്റെ ഭവനമാണല്ലോ, അല്ലാഹുവിന്റെ വീടിനകത്ത് ഇന്ന് രാത്രി കിടക്കാ, അല്ലാന്റെ വീടിനകത്ത് തന്നെ കിടന്നുറങ്ങാ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചിന്തിച്ചു, റബ്ബേ, ഇവിടെ ഇരുന്ന് കുറച്ച് ഇബാദത്ത് ചെയ്ത് ഇന്ന് രാത്രി ഇവിടെ ചിലവഴിക്കാ. അങ്ങനെ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പള്ളിക്കകത്ത് കിടക്കുമ്പോ ആ പള്ളിയിലെ ഖാദിമു വന്നിട്ട് പറയുന്നു, വെളിയിലിറങ്ങാറ്. ആ മനുഷ്യനു മനസ്സിലായില്ല ആരാണെന്ന്. പള്ളിക്കകത്ത് കിടക്കാൻ പറ്റൂല, ഇതിനകത്ത് ഒരാളെയും രാത്രി കിടത്തൂല, അതുകൊണ്ട് ഇറങ്ങണമെന്ന് പറഞ്ഞു അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കൈപിടിച്ച് പള്ളിയുടെ വെളിയിലേക്ക് ഇറക്കി വിടുകയാണ്. അവിടെ നിന്ന് വാതിൽ പൂട്ടിയിടൂ. ആ മനുഷ്യൻ തന്റെ വീട്ടിലേക്ക് കടന്നുപോയി. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് എന്ത് ചെയ്യണമെന്നറിയില്ല. പള്ളിയുടെ പുറത്തിങ്ങനെ നിൽക്കുമ്പോ ചപ്പാത്തി കച്ചവടം നടത്തുന്ന, റൊട്ടി കച്ചവടം നടത്തുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ. തന്റെ കടയടച്ചിട്ട് തിരിച്ചു വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയാ. ഒരു റൊട്ടി കച്ചവടം നടത്തുന്ന ഒരു പാവപ്പെട്ട മനുഷ്യനുണ്ടല്ലോ, അതാ തന്റെ പീടികയടച്ചിട്ട് വീട്ടിലേക്ക് പോകാൻ വേണ്ടി ഇറങ്ങുമ്പോ പള്ളിയുടെ മുമ്പിൽ നിന്ന് കറങ്ങുന്ന അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ കാണുകയാണ്. ആരാണെന്നറിയില്ല. ആരാണെന്ന് ചോദിക്കുമ്പോ പറഞ്ഞു, വഴിയാത്രക്കാരനാണ്. അല്ലാഹുവിന്റെ പള്ളിക്കകത്ത് കിടക്കാമെന്ന് വിചാരിച്ചു, എന്നെ പള്ളിയിൽ നിന്ന് പുറത്താക്കി. ഈ രാത്രി എന്ത് ചെയ്യണമെന്നറിയില്ല. ആ പാവപ്പെട്ട ചപ്പാത്തി കച്ചവടക്കാരൻ പറയുകയാ, എനിക്കൊരു ചെറിയ വീടുണ്ട്, ഇന്ന് രാത്രിയിൽ എന്റെ വീട്ടിൽ നിങ്ങൾക്ക് കിടക്കാം. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കൈപിടിച്ചുകൊണ്ട് നടക്കുകയാണ്. ആ പാവപ്പെട്ട ദരിദ്രനായ മനുഷ്യൻ വീട്ടിലേക്ക് കൊണ്ടുപോയി അവിടെ നിന്ന് കിടന്നുറങ്ങാനുള്ള സൗകര്യം ചെയ്തു കൊടുത്തു. അങ്ങനെ രണ്ടുപേരും കിടന്നുറങ്ങി. വെളുപ്പാങ്കാലമായി. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ഇറങ്ങി പോകാൻ തീരുമാനിക്കുമ്പോ ആ മനുഷ്യൻ പറഞ്ഞു, പോകല്ലേ, എന്തായാലും നിങ്ങൾ എന്റെ വീട്ടിൽ വന്ന മനുഷ്യനാണ്, എന്തായാലും വന്നതാണല്ലോ, വല്ലതും കഴിച്ചിട്ട് പോകാം, വല്ലതും കഴിച്ചിട്ട് പോകാം. അഹ്മദ് ബിൻ ഹംബൽ തങ്ങളെ നിർബന്ധിക്കുകയാണ്. അങ്ങനെ ആ വീട്ടിൽ പിടിച്ചു നിർത്തുകയാണ്. എന്നിട്ട് ആ മനുഷ്യൻ ഇങ്ങനെ ചപ്പാത്തിയുടെ മാവ് കുടയ്ക്കുകയാണ്. അല്ലാഹുവേ, അഹ്മദ് ബിൻ ഹംബൽ നോക്കുമ്പോ
മാവ് കുഴയ്ക്കുമ്പോഴും പടച്ചവനെ ചപ്പാത്തി ചുരുട്ടുമ്പോഴും അവിടെ നിന്നതാ അത് അടുപ്പിലേക്ക് കല്ലിലേക്ക് ചൂടുള്ള കല്ലിലേക്ക് ഇട്ടിട്ടു അതാ ചപ്പാത്തി ചുടുമ്പോഴും ആ മനുഷ്യന്റെ ചുണ്ടനങ്ങുകയാ. അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾക്ക് അത്ഭുതമായി പടച്ചവര് ഈ മനുഷ്യൻ എന്താണ് പറയുന്നത്, ഈ മനുഷ്യൻ എന്താണ് പറയുന്നത്, ചപ്പാത്തി ചുടുന്ന സമയത്തും ഈ മനുഷ്യൻ എന്താണ് പറയുന്നത്. അഹ്മദ് ബിൻ ഹംബൽ ചോദിച്ചു, നിങ്ങൾ എന്താ പറയുന്നത്? ആ മനുഷ്യൻ പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹ് അസ്തഗ്ഫിറുല്ലാഹ്, ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് പറയുകയാ, ഞാൻ അസ്തഗ്ഫിറുല്ലാഹ് പറയുകയാ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞിട്ടുണ്ട്, ഏതെങ്കിലും ഒരു മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞ ആ മനുഷ്യന്റെ ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞിട്ടുണ്ടല്ലോ. ഏതെങ്കിലും ഒരു മനുഷ്യൻ അസ്തഗ്ഫിറുല്ലാഹൽ എന്ന് പറഞ്ഞാൽ അവന്റെ ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമെന്ന് നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്. മഹാനായ അഹ്മദ് ബിൻ ഹംബൽ ചോദിക്കുകയാണ്, നിങ്ങളുടെ ആഗ്രഹങ്ങളൊക്കെ അല്ലാഹു സാധിപ്പിച്ചു തന്നിട്ടുണ്ടോ? ആ മനുഷ്യൻ പറഞ്ഞു, എന്റെ ആഗ്രഹങ്ങളല്ല, എന്റെ മിക്ക ആഗ്രഹങ്ങളും അല്ലാഹു സാധിപ്പിച്ചു തന്നു, പക്ഷേ എന്റെ ഒരേ ഒരാഗ്രഹം ഇതുവരെ നടന്നിട്ടില്ല. ഞാൻ അല്ലാഹുവിനോട് ചോദിച്ച എന്റെ ആഗ്രഹങ്ങൾ മുഴുവനും അല്ലാഹു എനിക്ക് നടത്തി തന്നു. ഇനി നടക്കാറുള്ളത് ഒരേ ഒരാഗ്രഹമാണ്, ഒരേ ഒരാഗ്രഹം മാത്രം ഇതുവരെ നടന്നിട്ടില്ല. എനിക്ക് സങ്കടമുണ്ട്. എന്തായാലും പടച്ച റബ്ബ് നടത്തി തരുമെന്ന് എനിക്കറിയാം. ആ മനുഷ്യനോട്, ആ ചപ്പാത്തി ചുടുന്ന പാവപ്പെട്ട മനുഷ്യനോട് അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ ചോദിച്ചു, അല്ലാഹു നടത്തി തരാത്ത ആഗ്രഹമെന്താ? നിങ്ങളുടെ ഏതാഗ്രഹമാണ് നടക്കാത്തത്? നിങ്ങളുടെ ഏതാഗ്രഹമാണ് നടക്കാത്തത്? ആ സമയത്ത് ആ മനുഷ്യൻ പറഞ്ഞ് കരഞ്ഞുകൊണ്ട് പറയുകയാ, ലോകമറിയുന്ന പണ്ഡിതനായ അഹ്മദ് ബിൻ ഹംബലിനെ എനിക്കൊന്ന് കാണണമല്ലോ. അഹ്മദ് ബിൻ ഹംബൽ എന്ന് പറയുന്ന ലോകമറിയുന്ന പണ്ഡിതനെ എനിക്കൊന്ന് കാണണം പടച്ചവരെ. അവിടെ നിന്ന് ദുആ ചെയ്യിപ്പിക്കണം തമ്പുരാറ്. ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്, ഞാൻ അല്ലാഹുവിനോട് ദുആ ചെയ്യുന്നുണ്ട്. പക്ഷേ ഇന്ന് വരെ അഹ്മദ് ബിൻ ഹംബലിനെ ഞാൻ കണ്ടിട്ടില്ല. ആ ഒരാഗ്രഹം മാത്രമാണ് ഇനി ബാക്കിയുള്ളതെന്ന് പറയുമ്പോ മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങളുടെ കണ്ണ് നിറയുകയാണ്. അവിടുന്ന് സുജൂദിലേക്ക് വീഴുകയാണ്. ആ റൊട്ടി ചുടുന്ന മനുഷ്യൻ ചോദിക്കുന്നു, എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്തിനാ നിങ്ങൾ കരയുന്നത്? മഹാനായ അഹ്മദ് ബിൻ ഹംബൽ തങ്ങൾ പറയുന്നു, മനുഷ്യ, നിങ്ങൾ കാത്തിരുന്ന ആ അഹ്മദ് ബിൻ ഹംബൽ ഞാനാ. പടച്ചവനെ അവിടെന്ന് പറഞ്ഞു എന്ന് ചരിത്രം പറയുമ്പോ അവസാനം ദുആ ചെയ്തടോ ആ മനുഷ്യനോട് പറഞ്ഞു, നിങ്ങളത് പറയുന്നത് അവസാനിപ്പിക്കരുത്. നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ട്, അസ്തഗ്ഫിറുല്ലാഹൽ അലീം, അത് പറയുന്നവരുടെ ആഗ്രഹം അല്ലാഹു സാധിപ്പിച്ചു കൊടുക്കുമെന്ന് നബി തങ്ങൾ അവിടെന്ന് പറഞ്ഞിട്ടുണ്ട് പെങ്ങള്. അതുകൊണ്ട് പറഞ്ഞു, അസ്തഗ്ഫിറുല്ലാഹൽ അലീം. മോഹങ്ങൾ നടക്കുമുമ്മ, ചെറുപ്പക്കാരാ, ആഗ്രഹങ്ങളില്ലേ പൊന്നുമോന്? പാപങ്ങൾ പൊറുക്കുമടാ, പാപങ്ങൾ പൊറുക്കുമടാ. അസ്തഗ്ഫിറുല്ലാഹ് എന്ന് പറയുന്നത് തൗബയാ. പറയേണ്ടതുപോലെ ഒരു പ്രാവശ്യം നിനക്കൊന്ന് പറയാൻ കഴിയുമോ? അസ്തഗ്ഫിറുല്ലാഹൽ അലീം.
അത് വലിയ ഒരു തൗബയാ മോനെ. അല്ലാഹുവേ, പരിശുദ്ധമായ ഖുർആൻ യൂനുസ് നബി അലൈഹിസ്സലാമിന്റെ ചരിത്രം പറയുന്നല്ലോ. യൂനുസ് നബി അല്ലാഹുവിനോട് ദുആ ചെയ്തു, അല്ലാ എത്ര പറഞ്ഞിട്ടും എന്റെ ജനത അനുസരിക്കുന്നില്ല, അല്ലാ നീ ഇവരെ നശിപ്പിക്കണേ അല്ലാ. യൂനുസ് നബി ദുആ ചെയ്തടോ. അല്ലാഹുവേ, തന്റെ ജനതയോട് പറഞ്ഞപ്പോഴവര് പരിഹസിക്കുകയാ, കളിയാക്കുകയാ. വൈകുന്നേരമായിട്ടും അല്ലാഹുവിന്റെ അദാബ് വരുന്നതിന്റെ അടയാളം കണ്ടില്ല. അവസാനം അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ പടച്ചവനെ ജനങ്ങളെന്ത് പറയും വല്ലാതെ പ്രയാസമായി. യൂനുസ് നബി അവിടുന്ന് അല്ലാഹുവിന്റെ അനുവാദമില്ലാതെ നാട് വിടുകയാണ്. പടച്ചവനെ അദാബിന്റെ അടയാളങ്ങൾ കണ്ടു തുടങ്ങി. ജനങ്ങൾക്ക് മനസ്സിലായി അല്ലാഹുവിന്റെ അദാബ് വരുന്നെന്ന്. അവസാനം അവരെല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ പറഞ്ഞപ്പോ അല്ലാഹു അദാബ് മാറ്റിക്കൊടുത്തെന്ന് പരിശുദ്ധമായ ഖുർആൻ അവിടെന്ന് പറയുമ്പോ രക്ഷ വേണോ ചെറുപ്പക്കാരാ? അസ്തഗ്ഫിറുല്ലാഹ് പറമോനെ. ജീവിതത്തിൽ ഒരു പാപം പോലും ചെയ്യാത്ത അല്ലാഹുവിന്റെ പ്രവാചകൻ ഒരു ദിവസം 100 പ്രാവശ്യം അസ്തഗ്ഫിറുല്ലാഹൽ അലീം നബി തങ്ങൾ പറഞ്ഞിട്ടുണ്ടെങ്കിലോ ഞാനും നിങ്ങളും എത്ര പറയണമെന്ന് ചിന്തിക്കടോ. കാണുന്നത് പാപമാ, കേൾക്കുന്നത് പാപമാ, പറയുന്നത് പാപമാ, പിടിക്കുന്നത് പാപമാ, നടക്കുന്നത് പാപത്തിലേക്കാ, ഹൃദയം കൊണ്ട് ചിന്തിക്കുന്നത് പാപമാ. ഒരു ദിവസം കോടാനി കോടി പാപം ചെയ്യുന്ന പാപികളാ നമ്മള്. അതുകൊണ്ട് മക്കളെ, തൗബ ചെയ്യാതെ മരിക്കല്ലേ. അതുകൊണ്ട് തൗബയാണ് അസ്തഗ്ഫിറുല്ലാഹ്. അതുകൊണ്ട് ചിരിയും കളിയും തമാശയും ഈ ആസ്വാദനമൊക്കെ മാറ്റിക്കോ. ജീവിതം ആസ്വദിക്കാനല്ല പെങ്ങള്, ജീവിതം സുഖിക്കാനുള്ളതല്ല ചെറുപ്പക്കാരാ. കളിയും തമാശയും ചിരിയുമൊക്കെ മാറ്റടാ. ചിരിച്ചാൽ ആയുസ് കൂടുമെന്ന് പറഞ്ഞിട്ട് ജീവിതം ആസ്വദിക്കുന്ന യുവത്വേ വേണ്ട മോനെ. ഒരുപാട് ചിരിക്കല്ലേ മോനെ, ഒരുപാട് ആസ്വദിക്കല്ലേ പെങ്ങള്. ഒരുപാട് കളിയും തമാശയുമായി ജീവിതം നീ ആസ്വദിക്കുമ്പോ ഇടയ്ക്കിടയ്ക്ക് കാലിൽ കിടക്കുന്ന ചെരുപ്പിലൊന്ന് നോക്കണേ. എന്തിനാ നോക്കാൻ പറയുന്നത്? കുല്ലും മ്രിഇൻ സബ്ബഹു ഫീ അഹ്ലിഹി വൽ മൗതു വദിനാ മിൻ ശിറാകീൻ അലൈഹി. കാലിൽ കിടക്കുന്ന ചെരുപ്പിന്റെ ബാറ് നിന്റെ കാലിന്റെ തൊലിയോട് എത്ര അടുത്ത് കിടക്കുന്നു. ഇതുപോലെ മരണം നമ്മുടെ കൂടെയുണ്ടോ. അസ്റായില് കൂടെ നടക്കുകയാ. ക്യാൻസർ വേണ്ട, ട്യൂമർ വേണ്ട, കിഡ്നി രോഗം വേണ്ട, ബ്ലഡ് ക്യാൻസർ വേണ്ട, ശരീരം തളരണ്ട മോനെ. ഒരു രോഗവുമില്ലാത്തവർ വീണ് വീണ് മരിക്കുന്ന കാലമാ. അതുകൊണ്ട് ശൈഖുനിയുടെ ഉറൂസിൽ കടന്നു വന്നവരോട് മക്കളെ വാസിയല്ലേ, എല്ലാവർക്കും വാസിയാടോ, എല്ലാവർക്കും ദേഷ്യമാടോ. ആരെന്ത് പറഞ്ഞാലും അനുസരിക്കാനും മടി കാണിക്കുന്ന യുവത്വേ, എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാ, എന്റെ യുവത്വത്തോട് പറയുകയാ, ഈ വയല് കേൾക്കാമെന്ന ഉപ്പമാരോട് ഉമ്മമാരോട് പറയുകയാ. എല്ലാവർക്കും വല്ലാത്ത വാശിയാടോ, എല്ലാവർക്കും വല്ലാത്ത ദേഷ്യമാടോ. എന്നാ നിങ്ങൾ വാശി കാണിക്കണം സഹോദരാ, നിങ്ങൾ വാശി കാണിക്കണമടോ. ആരോടാണ് വാശി കാണിക്കേണ്ടതെന്നറിയോ? ഞാൻ എൻ്റെ വഅദ് നിർത്തുകയാ മുസ്ലിമേ. അന്തല്ലദീ വലദതു ഉമ്മുക ബാക്കിയാ വന്നാസു ഹൗലക യൽഹഖൂന സുറൂറാ وجهد لنفسك أن تكون إذا بكوا في حال موتك لاحقا مسرورا.
എല്ലാവരോടും എനിക്ക് ഈ 4 വരി പദ്യത്തിന്റെ അർത്ഥമാ പറയാറുള്ളത്. ആണിനോടും പെണ്ണിനോടും എനിക്ക് പറയാനുള്ളത്, വാശി വേണമടോ. വാശി കാണിക്കേണ്ടത് ആരോടാണെന്നറിയോ? നമ്മുടെ ഉമ്മ എപ്പോഴും പറയാറുണ്ട്, മോനെ, മരണവേദനയുടെ വേദനയും സഹിച്ചാണ് നിന്നെ പ്രസവിച്ചതെന്ന് എന്റെ ഉപ്പ പറയാറുണ്ടല്ലോ. നമ്മുടെ ഉമ്മ നമ്മളോട് പറയാറുണ്ടല്ലോ. എന്നാ പ്രസവിച്ച ഉമ്മ, നീ എത്ര വേദന സഹിച്ചവളാണെങ്കിലും, എത്ര വേദന സഹിച്ചവളാണെങ്കിലും, നിന്റെ പൊന്നാര മക്കളെ നീ ജീവിതത്തിൽ ആദ്യമായിട്ട് കണ്ടപ്പോ ചിരിച്ചില്ലേ ഉമ്മ? 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നിന്ന് പ്രസവിച്ചതെന്റെ പൊന്നാര മകന് എന്നെയും നിങ്ങളെയും ഉമ്മാടെ മുമ്പിൽ നേഴ്സ് കൊണ്ടുപോയി കാണിച്ചിട്ട് പറഞ്ഞു, മകനാ മകളാ, നമ്മുടെ ഉമ്മ ചിരിച്ചടാ ചെറുപ്പക്കാരാ. പെങ്ങളെ, നമ്മുടെ ഉമ്മ നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചു. ഓപ്പറേഷൻ തിയേറ്ററിന്റെ വെളിയിലെ ടെൻഷൻ അടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന വാപ്പ നേഴ്സ് കൊണ്ടുവന്നിട്ട് മകനാണെന്ന് പറഞ്ഞ് കാണിച്ചപ്പോ നമ്മുടെ വാപ്പയും ചിരിച്ചടാ മോനെ. നമ്മളെ കണ്ടവരെല്ലാവരും ചിരിച്ചടാ. ഇബ്ലീസ് പോലും നമ്മളെ നുള്ളി നോവിച്ചിട്ട് നമ്മൾ കരയുന്നത് കണ്ടിട്ട് അവനും ചിരിക്കുകയാ. നമ്മൾ കരഞ്ഞ സമയത്ത് ചിരിച്ചവരാ ഉമ്മ, വാപ്പാ, കൂടപ്പിറപ്പ്, എല്ലാവരും നമ്മൾ കരഞ്ഞപ്പോ ചിരിച്ചടാ പൊന്നുമോര്. നമ്മൾ കരഞ്ഞപ്പോ എല്ലാവരും നമ്മുടെ മുഖത്ത് നോക്കി ചിരിച്ചവരാട്. അതുകൊണ്ട് പ്രതികാരം ചെയ്യ്. വജ്ഹദിൽ നഫ്സിക അന്തകൂന ഇദാ ബകൂ ഫീ ഹാലി മൗതിക ലാഹികം മസ്റൂറാ. മോനേ, നീ കരഞ്ഞ സമയത്ത് നിന്റെ മുഖത്ത് നോക്കി ചിരിച്ചവരോട് പ്രതികാരം ചെയ്യടാ. എങ്ങനാ ചെയ്യേണ്ടതെന്നറിയോ? വരക്കൽ പള്ളിയുടെ മിനാരത്തിൽ ഒരു ദിവസം വിളിച്ചു പറയുകയാ, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ. നീ മരിച്ചുപോയെന്ന് വിളിച്ചു പറയുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുവേ, നാട്ടുകാർ മുഴുവനും നിന്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ 3 കഷ്ടം വെള്ളത്തുടിയിൽ നിന്നെ നല്ലതുപോലെ കുളിപ്പിച്ച് സുഗന്ധം തേച്ചു അല്ലാഹുവേ ഉളുപിടിപ്പിച്ചിട്ട് വീടിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് 3 കഷ്ടം വെള്ളത്തുണിയുടെ മുകളിൽ നിന്നെ മലർത്തിക്കിടത്തുന്ന ദിവസമുണ്ടല്ലോ. അല്ലാ, അങ്ങനെ നിന്നെ മലർത്തിക്കിടത്തുന്ന ദിവസം എല്ലാവരും നിന്റെ മുമ്പിലേക്ക് കടന്നു വരുമ്പോര് മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുകയാണ്. അല്ലാഹുവേ, നിന്റെ ഉമ്മ വന്നിട്ട് നിന്റെ മുഖത്തിട്ടിരിക്കുന്ന വെള്ളത്തുണി ഉയർത്തുമ്പോ ഉമ്മാടെ മുഖത്ത് നോക്കി ചിരിക്കടാ ചെറുപ്പക്കാരാ. വാപ്പ കരയും മോനെ, ഉമ്മ കരയും മോനെ, കുടുംബക്കാര് കരയും മോനെ. ഇബ്ലീസ് വീടിനകത്തിരുന്ന് കരച്ചലാ. എല്ലാവരും കരയുമ്പോ അവരുടെ മുഖത്ത് നോക്കി ചിരിക്കണേ ചെറുപ്പക്കാരാ. പെങ്ങളെ, കൊച്ചുമക്കളെ തലയുടെ മുകളിലൂടെ തുണിയിട്ടിട്ട് അവസാനം അവരെ കണ്ടുപിടിക്കുമ്പോ അവരുടെ മുഖത്ത് കാണുന്ന ഒരു സന്തോഷമുണ്ടല്ലോ. വെള്ള തുണിയുടെ അടിയിൽ കിടന്ന് ചിരിക്കണം പെങ്ങളെ. സമവിട്ട ഉമ്മയും പൊന്നുമകരെ എന്നെ കൈവിട്ടു പോന്നോ കാണലെന്നാ പൊന്നേ. എല്ലാരും കരയണമെടോ. സിറാജാകുന്നത് എപ്പോഴെന്നറിയോ? പടച്ചവനെ, വലിയ സന്തോഷമുണ്ടോ ഈ വരക്കൽ മഖാമിന്റെ മുമ്പിൽ 6ാമത്തെ കൊല്ലമാ ഞാൻ വാഴ്ന്നിന് വരുന്നത്. 6 വർഷമായി മുടങ്ങാതെ വരുന്നുണ്ട്. പടച്ചവനെ, എനിക്ക് തോന്നാറുണ്ട്, റബ്ബേ, എന്ത് നന്മ ചെയ്തിട്ടാണ് അല്ലാഹു എനിക്കിങ്ങനെ ഒരു ഭാഗ്യം തന്നതെന്ന്. പടച്ചവനെ, അതിലൊന്നും കാര്യമില്ലടോ. സിറാജ് എപ്പോഴാ വിജയിക്കുന്നവനെന്നറിയോ? എപ്പോഴാണ് സിറാജിന്റെ ജീവിതത്തില് അർത്ഥമുണ്ടാകുന്നത് എപ്പോഴെന്നറിയോ?
3 കഷ്ടം വെള്ള തുണിയിൽ പൊതിഞ്ഞിട്ട് സിറാജിന്റെ വീടിനകത്ത് മലർത്തിക്കിടത്തുന്ന ദിവസമുണ്ടല്ലോ, അല്ലാ, വെള്ള തുണിയുടെ അടിയിൽ കടന്ന് ചിരിക്കണം മോനെ, എൻ്റെ ഭാര്യ കരയണം മോനെ, എൻ്റെ മക്കള് കരയുമ്പോ, എൻ്റെ ഉമ്മ കരയുമ്പോ, എൻ്റെ കൂടപ്പുറപ്പ് കരയുമ്പോ, എന്നെ സ്നേഹിക്കുന്നവര് കരയുമ്പോ, എല്ലാവരും കരയുന്ന സമയത്ത് വെള്ള തുണിയുടെ അടിയിൽ കടന്ന് ചിരിച്ച അതിനാടാ മരണമെന്ന് പറയുന്നത്. മയ്യത്ത് കാണാമെന്നവൻ ഇറങ്ങി പോകുമ്പോ പറയണം, ഇതുപോലെ മരിക്കണമല്ല, ഇതുപോലെ ഒരു മരണം തരണേ അല്ലാ എന്ന് മയ്യത്ത് കണ്ടിട്ട് പോകുന്നവൻ പോലും കൊതിക്കുന്ന ഒരു മരണമാണ് നമുക്ക് വേണ്ടത്. അതുകൊണ്ട് അല്ലാഹനെ പേടിച്ച് ജീവിച്ചോ. അതുകൊണ്ട് അല്ലാഹു ചെയ്ത വാഗ്ദാനമാ, ലൈൻ ശകർതും ലഅസീദന്നകും, മോനെ നീ എന്നെ ഓർത്താ, അല്ലാഹു പറയുന്നു, നീ ഞാൻ ചെയ്ത നിഅമത്തുകൾക്ക് നീ നന്ദി രേഖപ്പെടുത്തിയാ ഞാൻ നിനക്ക് വാരിക്കൂരി തരുമടാ. രണ്ടാമതായിട്ട് അല്ലാഹു പറയുകയാ, മോനെ നീ എന്നോട് ദുആ ചെയ്താ ഞാൻ നിനക്ക് ഉത്തരം തരും. ചെറുപ്പക്കാരാ, പെങ്ങളെ, അല്ലാഹു പറയുകയാ, നീ എന്നെ ഓർത്താ ഞാൻ നിന്നെയും ഓർക്കും ഉമ്മ. അല്ലാഹു നാലാമതായി പറയുകയാ, അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു, നിന്നെ അദാബ് കൊണ്ട് ശിക്ഷിക്കൂല, അല്ലാഹു നിന്നെ സഹായിക്കും ഉമ്മ. അല്ലാഹുവേ, ഈ മജ്ലിസ് നീ കബൂലാക്കണേ അല്ലാ, ദുആയിക്ക് ഇജാബത്തുള്ള മജ്ലിസാക്കണേ അല്ലാ. അല്ലാഹു നമ്മുടെ മജ്ലിസ് സ്വീകരിക്കുമാറാകട്ടെ. മഴ പെയ്യുന്ന സമയത്തുള്ള ദുആയിക്ക് ഉത്തരമുണ്ട്. അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ് നമുക്ക് അല്ലാഹുവിൻ്റെ മുമ്പിൽ ആത്മാർത്ഥമായി ദുആ ചെയ്ത് നമുക്ക് പിരിയാം. അല്ലാഹു നമ്മുടെ ഈ മജ്ലിസ് കബൂലാക്കുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നാളെ അല്ലാഹുവിൻ്റെ സ്വർഗത്തിൻ്റെ മുമ്പിൽ വലിയ ഒരു തർക്കം നടക്കുകയാണ്. വലിയ ഒരു തർക്കം നടക്കുന്നു. അല്ലാഹുവിൻ്റെ സ്വർഗത്തിൽ ആദ്യം എനിക്ക് കയറണം. അള്ളാഹിൻ്റെ സ്വർഗത്തിൻ്റെ മുമ്പിൽ വലിയ ഒരു തർക്കം നടക്കുന്നു. ആദ്യം ഞാൻ വേണം സ്വർഗത്തിലേക്ക് കടക്കേണ്ടത് എന്ന് പറഞ്ഞുകൊണ്ട് ഒന്നാമതായി നിൽക്കുന്നത് ആരാ? എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു ഷഹീദാണ്. അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പോരാടി വീരിമത്യം ഭരിച്ച ശുഹദാ അള്ളാഹുവിനോട് പറയുന്നു, പടച്ചവനെ, ഞാനാണ് ആദ്യം സ്വർഗത്തിൽ കയറേണ്ടത്. കാരണം അള്ളാഹുവെ, ഞാൻ യുദ്ധത്തിന് പോയി എൻ്റെ ജീവൻ തന്നെ നിനക്ക് വേണ്ടി സമർപ്പിച്ചവനാ. അള്ളാഹു ചോദിക്കും, ഇതൊക്കെ ആരാ നിനക്ക് പറഞ്ഞു തന്നേ? ആരാണ് നിനക്കിത് പഠിപ്പിച്ചു തന്നേ? ഇങ്ങനെ പോയി ജിഹാദിന് പോകാനുള്ള മനസ്സു നിനക്ക് തന്നതാരാ? അവിടെ പോയാൽ കിട്ടുന്ന പ്രതിഫലം ആരാ പഠിപ്പിച്ചു തന്നത്? ആ സമയത്ത് പറയും, പടച്ചോനെ, അത് ഉസ്താദന്മാരാ പഠിപ്പിച്ചു തന്നെ. ഇല്ലേ? നിങ്ങൾക്ക് പ്രതിഫലം പറഞ്ഞു തരുന്ന ആരാ? ഇന്നത് ചെയ്താൽ ഇന്ന പ്രതിഫലം കിട്ടുമെന്ന് പഠിപ്പിച്ചു തരുന്ന ആരാ? ഉസ്താദന്മാര്. അപ്പം ഈ ജിഹാദ് ചെയ്ത മനുഷ്യനോട് ചോദിക്കും, ഉസ്താദല്ലേ ഇത് മുഴുവനും നിനക്ക് പഠിപ്പിച്ചു തന്നത്? അപ്പോൾ ഉസ്താദല്ലേ ആദ്യം പോകേണ്ടതില്ലേ? ജിഹാദ് ചെയ്ത മനുഷ്യനോട് പറയും മാറി നിൽക്കാൻ. രണ്ടാമതൊരു മനുഷ്യൻ വന്നിട്ട് പറയുന്നു, പടച്ചവനെ, ഞാൻ ഹജ്ജ് ചെയ്തിട്ടുണ്ട്, എൻ്റെ സമ്പാദ്യം മുഴുവനും ഞാൻ അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി ചെലവഴിച്ച മനുഷ്യനാ. അപ്പം ഞാനാണ് ആ സ്വർഗത്തിലേക്ക് ആദ്യം പോകേണ്ടത്. അള്ളാഹു ആ മനുഷ്യനോടും ചോദിക്കും, നിനക്കിത് മുഴുവനും പഠിപ്പിച്ചു തന്ന ആരാ? ആലിമായ മനുഷ്യനല്ലേ പഠിപ്പിച്ചു തന്നെ? അപ്പോൾ ഉസ്താദല്ലേ ആദ്യം പോകേണ്ടത്? അപ്പോൾ ഷഹീദായ മനുഷ്യനും അള്ളാഹുവെ ദീൻ പണം കൊടുത്ത് ഹജ്ജിന് പോയ മനുഷ്യനും അള്ളാഹിൻ്റെ ദീനിന് വേണ്ടി സദക്ക കൊടുത്ത ആളും മാറി നിന്നു. ഉസ്താദ് വിചാരിക്കും, അപ്പം ഞാനായിരിക്കും ആദ്യം പോകേണ്ടത്. ആലിമ് വിചാരിക്കും, പടച്ചവനെ, അപ്പം ഞാനാ സ്വർഗത്തിൽ ആദ്യം കയറേണ്ടത്. ഉസ്താദ് അള്ളാഹുവിൻ്റെ മുമ്പിൽ നിൽക്കും, പടച്ചവനെ, നിൻ്റെ ഇൽമ, നിൻ്റെ നൂറ് നീ എനിക്ക് തന്നു പടച്ചവനെ, ഞാനല്ലേ അള്ളാഹ് സ്വർഗത്തിലേക്ക് ആദ്യം പോകേണ്ടത്. അള്ളാഹു സുബ്ഹാനഹു വ തആല ആ മനുഷ്യനോട് ചോദിക്കും, നീ ഇൽമു പഠിച്ചു, നീ അറിവ് പഠിച്ചു, നീ ഖുർആൻ പഠിച്ചു, നീ ഹദീസ് പഠിച്ചു, പക്ഷേ നീ പഠിക്കുന്ന കാലത്ത് ആരാ നിനക്ക് ഭക്ഷണം തന്നത്? നിനക്കാരാ വസ്ത്രം വാങ്ങിത്തന്നത്? ആരാ കട്ടിൽ വാങ്ങിത്തന്നത്? ആരാ കടക്കാൻ റൂം പണിത് തന്നത്? അത് ഇന്ന ആളാ അല്ലാ. അപ്പോൾ അള്ളാഹു ചോദിക്കും, ആദ്യം പോകേണ്ടത് അവരല്ലേ? എൻ്റെ പൊന്നാര സഹോദരങ്ങളെ,
10, 32, 35 വിദ്യാർത്ഥികൾ ഇവിടെ പഠിക്കുന്നു. ഇവന്മാർക്ക് ഓരോരുത്തർക്കും 40 പേരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ അള്ളാഹു അർഹത കൊടുക്കും. എൻ്റെ പ്രിയപ്പെട്ടവരെ, അപ്പം അള്ളാഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എടാ, നീയാണോ ആദ്യം പോകേണ്ടത്? നീ വരക്കൽ മക്കാമിൽ ദറസിൽ പഠിക്കുമ്പോൾ നിനക്ക് ഭക്ഷണം തന്ന ഒരുപാട് പേരില്ലേ? നിനക്ക് വസ്ത്രം തന്ന ഒരുപാട് പേരില്ലേ?